റീബിൽഡ് വയനാട് പദ്ധതിയുടെ ഭാഗമായ ആക്രി ചലഞ്ച്, ബിരിയാണി ചലഞ്ച്, പായസ ചലഞ്ച് എന്നിവയിലൂടെ പാലക്കാട് ജില്ലയിലെ ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ച 10 ലക്ഷം രൂപ ആദ്യഘട്ടമായി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ.സി. റിയാസുദ്ദീൻ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളിൽ നിന്ന് തുക ഏറ്റുവാങ്ങി. മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ 15 മേഖലാ കമ്മിറ്റികളിൽ നിന്നാണ് തുക സമാഹരിച്ചത്. ചുരുങ്ങിയ സമയം കൊണ്ടാണ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി ഇത്രയും തുക സമാഹരിച്ചതെന്നും സംസ്ഥാനത്താകെ റീബിൽഡ് വയനാട് പദ്ധതി മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും ജില്ലാ സെക്രട്ടറി റിയാസുദ്ദീൻ പറഞ്ഞു. ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം, പ്രസിഡന്റ് ഷാജ് മോഹൻ, ട്രഷറർ റംഷീഖ്, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ദുരന്ത നിവാരണ മാർഗരേഖ കൊണ്ടുവരുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. നിലവിൽ വൻകിട പദ്ധതികൾക്ക് മാത്രമാണ് ദുരന്ത നിവാരണ മാർഗരേഖ നിർബന്ധമുള്ളത്. ഇത് പരിഷ്കരിച്ച് നഗരവികസനത്തിനും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും കേന്ദ്ര വാണിജ്യ അന്താരാഷ്ട്ര വ്യാപാര വികസന വകുപ്പ് ഡയറക്ടർ എസ്.സി. കരോൾ പറഞ്ഞു. പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതികളുടെ അവലോകന യോഗത്തിന് ശേഷമാണ് മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത്. വിഴിഞ്ഞം പദ്ധതിയുടെ ഗുണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാൻ പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.